ബൈക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഭയങ്കര മടുപ്പായിരുന്നു. പിന്നെ എന്താ പറയാ, ഫ്രഷ് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ തപ്പി നടന്നപ്പോൾ ഒരു ഫ്രഷ് കണ്ടന്റ് കിട്ടി. അതായത് കുറെ നാളത്തെ എൻ്റെ ആഗ്രഹം വണ്ടിയിൽ ഒരു RPM മീറ്റർ വെക്കണം. അതായത് സ്പ്ലെൻഡർ ബൈക്കിൽ ഒരു RPM മീറ്റർ സെറ്റ് ചെയ്യണമെന്നതിന്റെ കുറെ നാളത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് അങ്ങനെ നിറവേറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ വളർച്ചയുടെ ഒരു വക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതേ സമയങ്ങളുണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വണ്ടിയുടെ ഈ RPM മീറ്റർ കൊടുക്കുന്നത് ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് ഈ RPM മീറ്ററിന്റെ ഒരു വയർ നമ്മൾ കൊടുക്കുന്നത്. അത് ഇഗ്നീഷൻ കോയിൽ എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ RPM മീറ്ററിന്റെ അകത്തുനിന്ന് ഒരു 4-5 വയർ വരുന്നുണ്ട്. അതായത് ഒരു റെഡും ബ്ലാക്കും. അതെന്ന് പറയുന്നത് നമ്മുടെ RPMന്റെ അകത്തുള്ളൊരു നീല ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെയാണ് ഈ റെഡും ബ്ലാക്കും വയർ. പിന്നെ ഒരു ഗ്രീൻ വയർ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നെഗറ്റീവ് ലൈനാണ്. പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് വയർ. അതെന്ന് പറയുന്നത് നമ്മുടെ താക്കോൽ ഓണാക്കുന്ന ഓഫാക്കുന്നതിൻ്റെ അതും കൊടുക്കേണ്ട ഒരു വയറാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന 5ാമത്തെ വയർ, അതായത് ബ്ലാക്കിൽ യെല്ലോ ലൈനുള്ള ഒരു വയർ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഇഗ്നീഷൻ്റെ അകത്തോട്ട് കൊടുക്കുന്ന വയർ. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. റെഡും ബ്ലാക്കും വയർ, അതായത് ഒരുമിച്ച് വരുന്ന റെഡും ബ്ലാക്കും വയർ, അതെന്ന് പറയുന്നത് RPMന്റെ അകത്തെ ലൈറ്റ്. പിന്നെ വരുന്നത് ഗ്രീൻ വയർ എന്ന് പറയുന്നത് നെഗറ്റീവ്. ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നീഷൻ സ്വിച്ചേ കൊടുക്കുന്നത്, അതായത് നമ്മുടെ താക്കോലിൻ്റെ അകത്ത് കൊടുക്കുന്നത്. പിന്നെ ബ്ലാക്കിൽ യെല്ലോ സ്ട്രിപ്പുള്ള വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നീഷൻ കോയിലിൻ്റെ അകത്ത് കൊടുക്കുന്ന വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ നമ്മൾ താക്കോലിൻ്റെ ആ ഒരു പ്ലഗ് അത് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ആ പ്ലഗിലെ ബ്ലാക്ക് പോയിന്റിലാണ് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ലൈൻ എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം നേരെ പോയി വീഡിയോ കിട്ടുക. ഞാനിവിടെ ഇരിക്കാം. അച്ഛന്മാരെ, അപ്പോൾ നമുക്ക് ആ ഫിറ്റിങ്ങിലേക്ക് കടന്നേക്കാം. ആദ്യം നമുക്ക് ആ വൈസർ ഒന്ന് ഊരിയെടുക്കാം. സൈഡിലെ 2 സ്ക്രൂ വെച്ച് ഇതേപോലെ ഊരിയങ്ങ് എടുത്തേക്കാം. അതിനുശേഷം നമുക്ക് ആ ഹെഡ് ലൈറ്റ് ഒന്ന് ഊരിയെടുത്തേക്കാം. അതിനുശേഷം നമുക്ക് ആ RPM ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഒന്നുകൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ലൈൻ, റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ താക്കോലി കൊടുക്കുന്ന ഇഗ്നീഷൻ സ്വിച്ചിൽ കൊടുക്കുന്ന ലൈൻ. പിന്നെ ആ ഗ്രീൻ വയറാണ് നെഗറ്റീവ്. പിന്നെ വരുന്ന ഈ ബ്ലാക്ക് വയർ ഞാൻ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇഗ്നീഷൻ കോയിലേക്ക് കൊടുക്കുന്ന വയർ. അതിലാണ് ആ യെല്ലോ സ്ട്രിപ്പ് വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇഗ്നീഷൻ കോയിൽ. പെട്രോൾ ടാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടായിരിക്കും ഈ ഇഗ്നീഷൻ സ്വിച്ച് കാണുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്തേക്കാം. ഇത് ഈ ഇതിനൂടെ കിട്ടുന്നതാണ്. നമുക്ക് ഇതേപോലെ ബാക്കിൽ ആ സ്ക്രൂ 2 അഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ നൈസായിട്ട് ഒന്നുകൂടെ ഫിറ്റ് ചെയ്തേക്കാം. അതിനുശേഷം ബാക്കിൽ ആ സ്ക്രൂ ഇട്ട് നമുക്ക് മുറുക്കി വെക്കാം. നമ്മൾ മുറുക്കിയിട്ടുണ്ട് നല്ലപോലെ തന്നെ. അടുത്തായിട്ട് നമുക്ക് ഈ ലൈറ്റിൻ്റെ ലൈൻ നമുക്ക് കുറച്ച് നീട്ടിയെടുക്കാം. എല്ലാ വയറും കുറച്ച് നീട്ടിയെടുക്കാം. വയറിന് കുറച്ച് ഷോർട്ടാണ്. നമുക്ക് കുറച്ച് വയർ എക്സ്ട്രാ വെച്ച് നമുക്ക് ആ വയറൊന്ന് നീട്ടി ഇങ്ങോട്ട് എടുത്തേക്കാം. നമ്മളപ്പം ആദ്യം ലൈറ്റിൻ്റെ വയറിന് കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഇഗ്നീഷൻ കോയിലിൻ്റെ വയർ നമ്മൾ നേരത്തെ കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇഗ്നീഷൻ സ്വിച്ചേ കൊടുക്കുന്ന വയറിൽ നമുക്ക് കുറച്ച് നീളം കൂട്ടിയെടുക്കാം. അതിനുശേഷം ആ ഗ്രീൻ വയർ നമ്മുടെ നെഗറ്റീവിൽ ഞാൻ കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട്. അത് വീഡിയോ കാണിച്ചിട്ടില്ല, സമയം കൂടുതലാവുന്നതുകൊണ്ട് തന്നെ അത് കാണിച്ചിട്ടില്ല. പക്കായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഇഗ്നീഷൻ കോയിൽ കൊടുക്കുന്ന വയറിൽ മാറിപ്പോയിരിക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു കെട്ടിടാം. അതിനുശേഷം നമുക്ക് ആ ഇഗ്നീഷൻ സ്വിച്ചേ കൊടുക്കുന്ന ലൈനിൽ ഒരു 2 കെട്ടിട്ട് വെക്കാം. അങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. നെഗറ്റീവ് ലൈൻ നമുക്ക് നേരെ ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ അകത്ത് ഈ ഒരു പ്ലഗ് എല്ലാ വണ്ടിയിലും കാണുന്നതാണ്. ഇതിൽ ഒരു ബ്ലാക്ക് വയർ വരുന്നുണ്ട്. ഇതല്ല, വേറൊരു ബ്ലാക്ക് വയർ വരുന്നുണ്ട്. ആ ബ്ലാക്ക് വയറിലാണ് നമ്മൾ ലൈറ്റിന് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ അതേ പുറത്തോട്ടൊരു ലൈൻ എടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് പോയിന്റിൽ നിന്നാണ് ഞാൻ പുറത്തോട്ടൊരു ലൈൻ എടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് വയർ, ലൈറ്റിൻ്റെ പോസിറ്റീവ് വയർ നമുക്ക് ആദ്യം സ്ട്രിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഇഗ്നീഷൻ സ്വിച്ച് കൊടുക്കുന്ന ലൈൻ കൂടെ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഈ ലൈറ്റിൻ്റെ വയറും ഇഗ്നീഷൻ്റെ സ്വിച്ചിൻ്റെ വയറും കൂടെ നമുക്ക് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഇഗ്നീഷൻ സ്വിച്ചിൽ നിന്ന് എടുത്ത ആ ഒരു ലൈനുകളിൽ നമുക്കത് പിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്ത് വെക്കാം. ഒരു തരി പോലും പുറത്തോട്ട് വരരുത്. അങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ പണിയാം. അതിനുശേഷം നമുക്ക് ആ ലൈറ്റിൻ്റെ നെഗറ്റീവും നമ്മുടെ RPM മീറ്ററിൻ്റെ നെഗറ്റീവും, അതായത് ഗ്രീൻ വയറും കൂടെ നമുക്കൊന്ന് ഇതേപോലെ നന്നായി പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ബൈക്കിൻ്റെ പോയിന്റിലെ ഗ്രീൻ വയർ, ഏത് ഗ്രീൻ വയർ കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ആ ഗ്രീൻ വയർ ഒന്ന്
തിരിച്ചു കൊടുത്തേക്കാം. അതിനുശേഷം അതും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. ഇൻസുലേഷൻ നന്നായിട്ട് തന്നെ ചെയ്യണം, ഒരു കാരണവശാലും ഷോർട്ട് ആവരുത്. നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. താക്കോൽ ഓണാക്കിയപ്പോൾ തന്നെ നല്ലപോലെ തന്നെ ആ ലൈറ്റ്, ആ റെഡും ബ്ലൂവും ലൈറ്റ് നമ്മുടെ RPMൻ്റെ അകത്ത് കത്തുന്നുണ്ട്. അപ്പം ലൈറ്റ് വർക്കിംഗ് ആണ്. അടുത്തായിട്ട് നമുക്ക് ആ ഇഗ്നീഷൻ കോയിൽ, ലാസ്റ്റ് വയർ, ആ ഇഗ്നീഷൻ കോയിലിൻ്റെ വയറോടെ നമുക്ക് താഴത്തെ ഇഗ്നീഷൻ കോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വയർ നമ്മൾ കറക്റ്റായിട്ട് ആ വണ്ടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ എടുത്ത് നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ ചെയ്യുന്നത് സമയം പോകുന്നതുകൊണ്ട് കാണിക്കാത്തത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ RPM മീറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ RPM മീറ്റർ എവിടെ പോയി? അത് ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ RPM മീറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് വണ്ടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും നിങ്ങളുടെ വീഡിയോകൾക്കായി ടെക്കേഴ്സ് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ നല്ല വീഡിയോസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിൻ സൈനിങ് ഔട്ട്.